ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ചെറിയൊരു പനി പിടിച്ചത് കാരണം ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോരോ സാരീസ് വെച്ചിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു പിസ്ത ഗ്രീൻ കളറിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഷാഡോ വർക്ക് എംബ്രോയിഡറി വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിനകത്ത് പിങ്കും വൈറ്റും കൂടെ ഉള്ള ഒരു ഡബിൾ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ ഫ്ലവർ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ്. ഇത് പല്ലുവിന്റെ മെയിൻ പോർഷനിൽ വരുന്ന ഡിസൈൻ ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഗ്രീനും ഡബിൾ ഷെയ്ഡ് ഗ്രീൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റും ഗ്രീനുള്ള കോമ്പിനേഷനിൽ വരുന്ന ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഗ്രീനും വന്നിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ചെറിയ ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഒരു ലീഫ് പാറ്റേൺ ചെയ്തിട്ടുണ്ട്. അതും ആ ഒരു പിങ്കിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് ആയതുകൊണ്ട് ചിലത് വൈറ്റ് ആയിട്ടും ചിലത് പിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഡാർക്ക് റെഡ് കളർ വെച്ചിട്ട് അതിന്റെ സെൻട്രൽ പോർഷനും അതുപോലെ ചെറിയ ഫ്രഞ്ച് നോട്ട്സും കൊടുത്തിട്ട് ഈ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സൈസിൽ വരുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിനകത്ത് ഫസ്റ്റ് ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിലാണ് അടുത്ത ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് ഉള്ളിൽ വരുന്ന എൻഡിൽ ഒരു സിംഗിൾ ഡിസൈൻ, ഒരു ചെറിയ ഫ്ലവറും ഒരു ലീഫ് പാറ്റേണും അതുപോലെ കുറച്ചൊരു ഒരു ബഡ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു ചെറിയൊരു ഫ്ലവർ ഡിസൈൻ ആണ് ഇതിന്റെ ഉള്ളിൽ വരുന്ന എൻഡിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ എൻഡ് പോർഷൻ ഇതുപോലെ ഹാൻഡ് സ്റ്റിച്ച് യൂസ് ചെയ്ത് ഹെം ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ടുമുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെയാണ് ഇതിന്റെ റണ്ണിങ് പോർഷനിലെ ഡിസൈൻസ് വരുന്നത്. ഒരു ചെറിയ ഡിസൈൻ നമ്മൾ പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന പോർഷനിൽ കണ്ട പോലത്തെ ഒരു ചെറിയ ഡിസൈൻ ഉണ്ട്. അതുകൂടാണ്ട് നമ്മൾ എൻഡിൽ കണ്ട പോലത്തെ ഒരു വലിയ ഡിസൈൻ ഉണ്ട്. അങ്ങനെ ടോട്ടൽ രണ്ട് വലിയ ഡിസൈനും രണ്ട് ചെറിയ ഡിസൈനുമാണ് പല്ലുവിന്റെ പോർഷനിൽ ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സെയിം സൈസിൽ വരുന്നൊരു ഡിസൈനാണ് ഈ ഒരു കൊടുത്തിരിക്കുന്നത്. സെയിം കളർ, ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിലും ഗ്രീനിൽ നല്ല ഹൈലൈറ്റ് ചെയ്ത്, എന്നാൽ വലിയ കോൺട്രാസ്റ്റ് ആയിട്ടും പറയാൻ പറ്റില്ല, നല്ല ഹൈലൈറ്റ് ചെയ്ത് തന്നെ വരുന്നൊരു പാറ്റേണിലാണ്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പം ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. രണ്ട് ഡിസൈനാണ് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. കുറച്ചൊരു ഗ്യാപ്പിലാണ് രണ്ട് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഡിസൈൻ നമ്മുടെ ഒരു അപ്പർ ചെസ്റ്റ് പോർഷനിലോട്ട് വരുന്നത് പോലെ, രണ്ടാമത്തെ ഡിസൈൻ വരുമ്പോൾ കുറച്ചും കൂടെ താഴെ നമ്മുടെ വയറിൻ്റെ ഒക്കെ താഴെ വരുന്നത് പോലെ ഒരു നമ്മുടെ ഒരു റൈറ്റ് ഹാൻഡ് പൊസിഷനിൽ വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു രണ്ട് ഡിസൈൻസിന്റെ ചെസ്റ്റ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് രണ്ട് ഡിസൈൻസ്. അതുകൂടാണ്ട് നമ്മൾ ഉടുത്ത് വരുമ്പം അങ്ങനെ ഉള്ളിൽ വരുന്ന ഫ്ലീറ്റിൽ ഇതുപോലെ ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് ഉള്ളിൽ വരുന്ന ഈ ഫ്ലീറ്റിൽ വരുന്നത് പോലെ ഒരു ഡിസൈൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ബ്ലൗസിന്റെ മുകളിൽ ഡിസൈൻ വരുന്നത് പോലെ, ഇങ്ങനെ വരുന്നത് പോലെ, ഇതിലോട്ട് വരുന്ന പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ. ഇതിനകത്ത് സിംഗിൾ ഫ്ലവർ പാറ്റേൺ നമ്മൾ പല്ലുവിന്റെ ഉള്ളിലൊക്കെ കണ്ട എൻ പോർഷനിലൊക്കെ കൊടുത്ത സെയിം ഡിസൈൻ ഇങ്ങനെ ഒരു ഡിസൈനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലോട്ടാണ് ഡിസൈൻ വരുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത്. ഇങ്ങനെ മൂന്ന് ഡിസൈൻസ് ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ വരുന്നത് പോലെ ചെറിയ ഡിസൈൻസ് ആണ്. നമ്മൾ പല്ലുവിൻ്റെ ഉള്ളിലൊക്കെ കണ്ടിപ്പം ചെസ്റ്റ് പോർഷനിലൊക്കെ കണ്ടതുപോലത്തെ കുഞ്ഞു ഡിസൈൻസ്, ഒരു ഫ്ലവറും ചെറിയ ലീവ്സും അതുപോലെ ബഡ്സും ഒക്കെ കൂടെ വരുന്ന പോലത്തെ മൂന്ന് ഡിസൈൻസ് ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ വരുന്നത് പോലെയുണ്ട്. അതുകൂടാണ്ട് ഒരു റൈറ്റ് ലെഗ് പോർഷനിലോട്ടൊക്കെ വരുന്നത് പോലെ ഒരു ഡിസൈൻ ഉണ്ട്. അങ്ങനെ മൊത്തം 4 ചെറിയ ഡിസൈൻസ് ആണ് ഇതിന്റെ ബോട്ടം പോർഷനിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1995 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലുള്ള കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിൽ ഹാരിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലുവിന്റെ മെയിൻ എൻഡ് പോർഷനിലെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിന്റെ ലീവ്സ് ആണെങ്കിലും അതുപോലെ ഈ ഒരു ഫ്ലവറിന്റെ പെറ്റൽസ് ആണെങ്കിലും ഒക്കെ ചെയ്തിരിക്കുന്നത് ഹാരിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. അത് ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലൂവിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവർ പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഗ്രീനിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ലീഫ് പാറ്റേൺസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ബാക്കി സ്റ്റിച്ചുകളൊക്കെ അതായത് ആ ഒരു ഫ്ലവറിന്റെ എൻഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഹൈലൈറ്റ് ആണെങ്കിലും അതുപോലെ സ്റ്റെം ആണെങ്കിലും ഒക്കെ കൊടുത്തിരിക്കുന്ന സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. ഫ്ലവറിന്റെ സെൻട്രൽ പോർഷനിൽ ചെറിയ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്, സ്റ്റിക്ക് ചെയ്തേക്കുമല്ല. അതുപോലെ ഇതിനകത്ത് ചെറിയ സ്വീക്വൻസ് വർക്കും ഫ്ലവറിന്റെ എൻഡിൽ വരുന്നത് പോലെ ചെറിയൊരു സ്വീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഡിസൈൻ വരുന്നത്. അതുപോലെ പല്ലുവിന്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെയാണ് ചെറിയ ചെറിയ ഡിസൈൻസ് വെച്ചിട്ടാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ഫ്ലവർ പാറ്റേൺ പല്ലുവിന്റെ ഫുൾ എൻഡിലും ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഒരു പാറ്റേണിലാണ് പല്ലുവിന്റെ എൻഡ് പോർഷൻ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലെ രണ്ട് ഡിസൈൻസ് ആണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പല്ലുവിന്റെ എൻഡിൽ കണ്ട സെയിം സൈസിൽ വരുന്നത് പോലെ തന്നെ രണ്ട് ഡിസൈൻസ് ഇതിന്റെ പല്ലുവിന്റെ എൻഡ് പോർഷനിൽ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 3 വലിയ ഫ്ലവേഴ്സും ഇതുപോലെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന കുറച്ച് കുഞ്ഞു ഫ്ലവേഴ്സുമാണ് ഇതിന്റെ ആ ഒരു പല്ലു പോർഷനിൽ ടോട്ടലായിട്ട് വന്നിരിക്കുന്ന ഡിസൈൻസ്. നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ടാണ്. ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ 4 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്.
ഈ ഒരു ഗ്യാപ്പിൽ നിറഞ്ഞു വരുന്നത് പോലെ, അതായത് നമ്മുടെ ചെസ്റ്റ് പോർഷൻ തൊട്ട് നമ്മുടെ ഈ ഒരു കാലിന്റെ പുറകോട്ട് പോകുന്ന ഭാഗം വരെയും ഒരു കവറേജ് വരുന്നത് പോലെയാണ് ഈ 4 ഡിസൈൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഉള്ളിൽ വരുന്ന ഫ്ലീറ്റിലും ഇത് കണ്ടോ, ഈ ഒരു ഫ്ലീറ്റിലും ഡിസൈൻസ് വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരിയിൽ ഡിസൈൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ ഫ്ലവേഴ്സിനെയും സെൻട്രൽ പോർഷനിൽ ഇതുപോലെ ആ ഒരു ബീഡ് വർക്കും അതുപോലെ സ്വീക്വൻസ് വർക്കും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഈ ഒരു സാരിയിൽ മൊത്തം, അതായത് ഇവിടെ ചെസ്റ്റ് പോർഷനിലെ 4 ഡിസൈൻസും പല്ലു പോർഷനിൽ 3 ഡിസൈൻ, അങ്ങനെ മൊത്തം 7 വലിയ ഡിസൈനും ഉണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു ക്ലൈംബിംഗ് പാറ്റേണിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പല്ലുവിന്റെ എൻഡിൽ അതുകൂടാണ്ട് സ്കാറ്റർ ചെയ്ത ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ സാരിയുടെ ബോട്ടം പോർഷനിലോട്ട് വരുമ്പോൾ ഡിസൈൻസ് ഇല്ല. ഇത്രയുമാണ് ഈ ഒരു സാരിയിൽ ഡിസൈൻസ് വരുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2175 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് സിന്തറ്റിക് ഓർഗൻസ എന്ന് പറയുന്ന ഒരു ഫാബ്രിക്. നമ്മൾ ഈ ഒരു മെറ്റീരിയൽ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലൊക്കെ. ഇപ്പം അതിന്റെ യെല്ലോ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിനകത്ത് ഹെറിംഗ് ബോൺ സ്റ്റിച്ചും അതുപോലെ ഫ്രഞ്ച് നോട്ടും ഫ്ലൈ സ്റ്റിച്ചും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ്. 3-4 കളേഴ്സ് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. പിങ്കിന്റെ തന്നെ 2 ഷെയ്ഡും അതുപോലെ റെഡും വൈറ്റും ഉള്ള ഒരു കോമ്പിനേഷനിലാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിറച്ചും ആ ലീഫിന്റെ ആ ഒരു ബഡ്സ് ഫുള്ളും ഫ്രഞ്ച് നോട്ടായിട്ടും ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണിലാണ് ഇതിനകത്ത് ഈ ഒരു ഫ്ലവർ പാറ്റേൺ വന്നിരിക്കുന്നത്. പല്ലുവിന്റെ എൻ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ ആണിത്. അതുപോലെ പല്ലുവിന്റെ ആ ഒരു എൻ പോർഷൻ ഫുള്ളായിട്ട് വരുന്നത് പോലെ ഇങ്ങനെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സാരിയിൽ സ്കാറ്റർ ചെയ്ത ഒരു ഫ്ലവേഴ്സ് കിടക്കുന്ന ഒരു പാറ്റേണിലാണ്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷൻ ഫുള്ളായിട്ട് വരുമ്പോഴത്തേന് ഇരിക്കുന്നത്. നമ്മുടെ നോർമൽ ഇങ്ങനത്തെ സാരികളല്ലാതെ പല്ലു വർക്ക് വരുന്ന സാരികളിൽ വരുന്നത് പോലെ ഫുൾ പല്ലുവിലൊരു ഡിഫറൻസ് വരുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ഡിസൈൻസ് ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ഒരു ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പം ഇങ്ങനെയാണ് 2 ഡിസൈൻസ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ 3-4 ഷെയ്ഡ്സിനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഇതിനകത്തെ ഫ്ലവേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. ആ ഒരു യെല്ലോ ഷെയ്ഡിൽ ഈ ഒരു പിങ്കിന്റെ വൈറ്റിന്റെ ഒക്കെ കോൺട്രാസ്റ്റ് ചെയ്ത് തന്നെ ഡിസൈൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. അതിനുശേഷം ഇതിന്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിൽ ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത്. ഇതുപോലെ ആ ഒരു ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ വരുന്ന ഒരു പാറ്റേണിലാണ് ഡിസൈൻസ് വരുന്നത്. അതുപോലെ ഈ ഒരു സാരിയിൽ ഫോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫോൾസ് കൂടെ അറ്റാച്ച് ചെയ്താണ് ഈ സാരി വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2600 rupees ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു സാൻഡൽ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഒരു ഹയറിംഗ് ബോർഡ് സ്റ്റിച്ച് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻ ആണ്. ഇതിനകത്ത് മൾട്ടി ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രീൻ, ഓറഞ്ച്, ഗ്രേ ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന പോലത്തെ ഒരു മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. ഇതിന്റെ സെൻട്രൽ പോർഷനിൽ ചെറിയ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് വൈറ്റ് കളറിലെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി വലുപ്പത്തിലുള്ള ഡിസൈൻ അല്ല, പക്ഷേ ഹാരിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആയിട്ടും അത്യാവശ്യം നല്ല തിക്കായിട്ടും വരുന്ന എംബ്രോയിഡറി പാറ്റേൺ ആണ്. അതിനകത്ത് ലീഫ് പാറ്റേൺ ആണെങ്കിലും ഫ്ലവർ പാറ്റേൺ ആണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വെച്ച് തിക്കായിട്ട് വന്നിരിക്കുന്ന ഒരു ഫ്ലവർ ഡിസൈൻ ആണ്. പല്ലുവിന്റെ മെയിൻ എൻഡിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പല്ലുവിന്റെ എൻ പോർഷനിൽ ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പല്ലുവിന്റെ എൻ പോർഷനിലെ ഡിസൈൻസ് വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനാണ് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ 2 ഡിസൈൻസ് ആണ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ വരുന്നത്. മൊത്തം 3 ഡിസൈൻസ്, 3 വലിയ ഡിസൈൻസ് ആണ് ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ വരുന്നത്. എൻ പോർഷനിലെ പല്ലു മൊത്തമായിട്ട് വരുന്നത്. പിന്നെ 2 റണ്ണിങ് പോർഷനിലും 1 എൻ പോർഷനിലും അതുപോലെ ചെറിയ ഡിസൈൻസ് സ്കാറ്റർ ചെയ്തും വരുന്ന ഒരു പാറ്റേണിലാണ്. നമ്മൾ നോർമലി കാണുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ല. സാൻഡൽ കളർ സാരിയിൽ ഈ ഒരു ഗ്രീനിന്റെ തന്നെ ഡാർക്കർ ഗ്രീനും ലൈറ്റർ ഗ്രീൻ വെച്ചിട്ടാണ് ലീഫ് പാറ്റേൺ എല്ലാം ചെയ്തിരിക്കുന്നത്. ഡാർക്കർ ഗ്രീനും ഓറഞ്ചും കൂടെ വരുന്ന പോലത്തെ ഒരു മൾട്ടി കളർ ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ടാണ് ഡിസൈൻസ് വരുന്നത്. ഇതുപോലെയാണ് ഇതിന്റെ ഡിസൈൻസ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഒരു സാരിയുടെ പാറ്റേണിൽ പോലെ തന്നെ ഉള്ളിൽ വരുന്നിടത്തും ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഡിസൈൻസ് വരുന്ന രീതിയിലാണ് ഇതിനകത്ത് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ ഇതിനകത്ത് 5 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്.
ഇതുപോലെ 5 ഡിസൈൻസ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ 3 ഡിസൈൻസ് ഇതുപോലെ സ്കാറ്റർ ചെയ്ത് വരുന്നത് പോലെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ സാരിയുടെ പോലെ തന്നെ നമ്മുടെ ഏറ്റവും ഷോൾഡർ പോർഷൻ തൊട്ട് നമ്മുടെ പുറകോട്ട് വരുന്ന ഭാഗം വരെ കവറേജ് വരുന്നത് പോലെ ഈ ഒരു ഡിസൈൻസ് അടുപ്പിച്ചടുപ്പിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ബോട്ടം പോർഷനിലോട്ട് ഡിസൈൻസ് വന്നിട്ടില്ല. പകരം ആ ഡിസൈൻസ് എല്ലാം ഇതിൻ്റെ ടോപ്പ് പോർഷനിലും പല്ലു പോർഷനിലും ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടോട്ടലായിട്ട് 5 ഡിസൈൻസ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലും നമ്മൾ പല്ലുവിൽ കണ്ട്, അതുപോലെ ആ 3 ഡിസൈൻസ് അതിൻ്റെ പല്ലു പോർഷനിലുമായിട്ട് 8 ഡിസൈൻസ് ആണ് വലിയ ഡിസൈൻസ് ഉള്ളത്. അതുപോലെ പല്ലുവിൻ്റെ എൻഡിൽ സ്കാറ്റർ ചെയ്ത ഡിസൈൻസും ഇവിടെ ചെറിയ ഡിസൈൻസുമായിട്ട് ഇത്രയും ചെറിയ ഡിസൈൻസും ഈ ഒരു സാരിയിലുണ്ട്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2195 ആണേ. അപ്പോൾ ഇത്രയും സാരീസാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇതെല്ലാം നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാരീസ് ആണ്. അപ്പോൾ ഈ സാരീസ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കാൻ അറിയാൻ മേലാത്തവരാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡേറ്റ്, വീഡിയോ എന്നത്തെയാണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ഡേറ്റ് എത്രാമത്തെ സാരിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അവൈലബിലിറ്റി പറയുന്നതായിരിക്കും. ഇതുപോലത്തെ കൂടുതലായിട്ടുള്ള സബ്സ്ക്രൈബർ കളക്ഷൻ, അതുപോലെ നമ്മുടെ ഹാൻഡ് പിക്ക് ആയിട്ടുള്ളതും ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി, കസ്റ്റമൈസ്ഡ് കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.